ദേവാലയം പൊളിച്ചിട്ടിട്ട് അഭ്യാസം കാണിക്കരുത്. ദേവാലയത്തോട് ബന്ധമില്ലാതെ ജീവിക്കരുത്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇതെല്ലാം ജനറലൈസ് ചെയ്യരുത് കേട്ടോ. എല്ലാ സഹനവും ദൈവശിക്ഷയോ എല്ലാ സഹനവും പള്ളിയിൽ പോകാഞ്ഞിട്ടോ അല്ല. ഇതെല്ലാം ജനറലൈസ് ചെയ്യരുത്. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചില സഹനങ്ങൾ മാറാത്തത്, ചില കാര്യങ്ങൾ അങ്ങോട്ട് ഓർഡറിലാകാത്തത്, ചിലത് എത്ര ചികിത്സിച്ചിട്ടും അല്ലെങ്കിൽ എത്ര പരിശ്രമിച്ചിട്ടും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാവുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടും ചിലതിനൊന്നും ഉത്തരം കിട്ടാത്തത് ഒരു പക്ഷേ ദേവാലയത്തോട് ബന്ധമില്ലാത്തത് കൊണ്ടാകാം. സംശയം വേണ്ട. തെളിയിക്കാം, ഞാൻ ബൈബിളിൽ നിന്ന് തെളിയിക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഹഗ്ഗായിയുടെ പുസ്തകമാണ്, പഴയ നിയമത്തിലെ ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകമാണ്. അവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഈ ജെറുസലേം ദേവാലയം തകർന്നു കിടക്കുകയാണ്. ജെറുസലേം ദേവാലയം തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അതായത് ഇസ്രായേലിൻ്റെ ഇടവക ദേവാലയമാണ് എന്ത്? ജെറുസലേം. അപ്പോൾ ജെറുസലേം പുതുക്കി പണിയാൻ ഇവരോട് ആവശ്യപ്പെട്ടു. വിജാതീയ രാജാവ് പോലും ആവശ്യപ്പെട്ടു എന്ത്? നിങ്ങളുടെ ജെറുസലേം ദേവാലയം പുതുക്കി പണിയണം. പക്ഷേ ഇവരെന്താണെന്നറിയാം, ഇവരുടെ ശ്രദ്ധ പോയത് ഞങ്ങൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ അല്ലാണ്ട് ചെയ്യാനുണ്ട്, ഞങ്ങൾ ഗതി പിടിച്ചിട്ടില്ല, ഞങ്ങളും അടിമത്തത്തിലായിരുന്നു കുറേ കാലമായിട്ട്. ഇസ്രായേൽ വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. ഇസ്രായേൽ കുറേ കാലമായിട്ട് അടിമത്തത്തിലായിരുന്നു. അടിമത്തത്തിൽ നിന്ന് ഇവരെ അങ്ങോട്ട് വിട്ടപ്പോൾ വിജാതീയ രാജാവ് പറഞ്ഞു വിട്ടത് എന്താണ്? പോയി നിങ്ങളുടെ ദേവാലയം പുതുക്ക്. അപ്പോൾ സാധാരണ സ്വാഭാവിക മനുഷ്യർ ചിന്തിച്ചു, ദേവാലയം അവിടെ കിടക്കട്ടെ, സമയമുണ്ടല്ലോ, അത് ഞങ്ങളൊന്ന് 2 കാലയിൽ നേരെ നിൽക്കട്ടെ, ഞങ്ങൾ നിന്നിട്ട് പള്ളി ശരിയാക്കാം. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഏത് പുസ്തകം? അയ്യോ, അത് കിട്ടിയില്ലെന്ന് തോന്നുന്നല്ലേ, കുറച്ച് പേരുടെ വായിന്ന് വരുന്നുള്ളല്ലോ. ഏത് പുസ്തകം? ഹഗ്ഗായിയുടെ പുസ്തകം. ഹഗ്ഗായിയുടെ പുസ്തകം ഇങ്ങനെയാണ്. അത് 2-ാം വാക്യം തൊട്ട് നേരെ കാര്യം പച്ചയ്ക്ക് പറയുക, നിങ്ങൾ കേട്ടാൽ മതി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു. പള്ളിക്കാര്യങ്ങളിൽ സജീവമാകാൻ സമയമായിട്ടില്ല. റിട്ടയർമെൻ്റ് ആകട്ടെ. ഇപ്പം ഇഷ്ടം പോലെ കാര്യങ്ങൾ വേറെ, എൻ്റെ ബിസിനസ് ശ്രദ്ധിക്കാനുണ്ട്, എൻ്റെ ജോലിയുടെ തിരക്കുകളുണ്ട്, പിള്ളേർക്ക് പഠിത്തമുണ്ട്. റിട്ടയർമെൻ്റ് ആകട്ടെ. ഇപ്പോൾ എല്ലാവരും പള്ളിയിൽ സജീവമാകുന്ന എപ്പോഴാണ്? 60+. നമ്മുടെ പള്ളിയിൽ ഈ 30 വയസ്സിന് 45 വയസ്സുള്ളവർ എവിടെ? നോക്ക്, നിങ്ങൾ പള്ളിയിലോട്ടൊക്കെ ഇപ്പം ഇങ്ങോട്ട് നോക്ക്. ഈ കൂട്ടത്തിൽ കുറച്ച് സ്ത്രീകൾ കാണും, പുരുഷന്മാരുടെ കൂട്ടത്തിൽ 30 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ദയനീയമായ സ്ഥിതി. കാരണം എന്താണെന്നറിയാമോ? ഇതാ സംഭവം. കർത്താവിൻ്റെ ആലയം പുതുക്കി പണിയാൻ സമയമായിട്ടില്ല. ഇടവക കാര്യങ്ങളിൽ ഞാൻ ഇടപെടാനുള്ള സമയം ആയിട്ടില്ല. അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചു. പള്ളിക്കാര്യങ്ങളിൽ ഇടപെടാനുള്ള സമയം ആയിട്ടില്ല. എനിക്ക് എൻ്റെ കുടുംബക്കാര്യം നോക്കണം, എൻ്റെ പിള്ളേരെ ഒന്ന് പച്ച പിടിപ്പിക്കണം, വീടൊന്ന് പുതുക്കി പണിയണം. ഇതെല്ലാം കഴിഞ്ഞ് പെൻഷനായി കഴിയുമ്പോൾ പിന്നെ വേറെ ഒരു പണിയില്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങോട്ടൊന്ന് കയറും? പള്ളിയിലോട്ട് കയറും. ഇതാണിപ്പോൾ പൊതുശൈലി അല്ലേ? കത്തീഡ്രലല്ല, വേറെ ഏതോ പള്ളിയിലെ കാര്യം നിങ്ങൾ തുറിച്ച് നോക്കാൻ ഇടയ്ക്കിടയ്ക്ക്. അച്ഛാ, ഇത് ഞങ്ങളുടെ പള്ളിയിൽ ഈ ശൈലി അല്ല, ഞാനിരിക്കുന്ന പള്ളിയിലെ കാര്യമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു. അടുത്തത്, അപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതായത് ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ സുഖിച്ച് കിടക്കുകയാണോ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. ഇടവക ദേവാലയത്തോടുള്ള ഈ തകർന്നു കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കത്തീഡ്രൽ പള്ളി പൊളിഞ്ഞു കിടക്കുക എന്നല്ല അർത്ഥം. നിന്റെ മനസ്സിൽ ഇടവക ദേവാലയം പൊളിഞ്ഞു കിടക്കുകയാണ്, ഇടവക ദേവാലയത്തോടുള്ള ബന്ധമില്ല. അതങ്ങനെ പൊളിഞ്ഞു കിടക്കുമ്പോൾ നിനക്ക് അന്നന്നത്തെ അന്നം തേടിയും നിന്റെ മെച്ചപ്പാട് നോക്കിയും സുഖിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇതാണ് പ്രവാചകൻ ചോദിക്കുന്നത്. അടുത്ത വാക്യം, അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തുകൊണ്ട് അതാണല്ലോ കണക്റ്റിംഗ് സാധനം. അതുകൊണ്ട് ഇടവക ദേവാലയം പൊളിഞ്ഞു കിടക്കുമ്പോൾ, അതായത് ജെറുസലേം ദേവാലയം പൊളിഞ്ഞു കിടക്കുമ്പോൾ നീ നിന്റെ വ്യക്തി താല്പര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നത് കൊണ്ട്, അതാണ് അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാവുകയില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു,
തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ശരിക്കും ഗൗരവത്തോടെ ആത്മശോധന ചെയ്തേ. ദേവാലയത്തെ മറന്നിട്ട്, ദൈവിക കാര്യങ്ങളെ മറന്നിട്ട്, വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും മറന്നിട്ട് നീ കിടന്ന് പാടുപെട്ട് അധ്വാനിച്ചിട്ട് ഇപ്പം എന്തായി? എന്തുമാത്രം ഉണ്ട് മിച്ചം? ഇപ്പം ബാങ്ക് ബാലൻസ് കാണും, ചിലപ്പോൾ അത് കാണും കേട്ടോ, ബാങ്ക് ബാലൻസ് കാണും, FD കാണും. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്, കഴിച്ചിട്ട് തൃപ്തി വരുന്നുണ്ടോ? പുതച്ചിട്ട് വസ്ത്രം ധരിച്ചിട്ട് കുളിര് മാറുന്നുണ്ടോ? അതായത് ഒരു സെൽഫ് കണ്ടന്റ്, തൃപ്തിയുടെ അനുഭവം ജീവിതത്തിൽ കിട്ടുന്നുണ്ടോ? അതാണ് ചോദ്യം. ആനന്ദം, സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ജീവിതത്തിൽ? അതോ മുഴുവൻ ടെൻഷനും ബഹളവും ഡിപ്രഷനും? ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ഡിപ്രഷൻ മരുന്ന് കഴിക്കുക എല്ലാവരും കൂടി ആഘോഷമായിട്ട്. മര്യാദയ്ക്ക് പള്ളിയിൽ പോയി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും വരും ഡിപ്രഷൻ കഴിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇതെല്ലാം കൂടെ നമ്മളിവിടെ തലയെ വെച്ചത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുമ്പോൾ, ഇന്നും കൂടെ ഞാനൊരു ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞ ഉത്തരവ് ഇതാണ്: ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വിചാരം അത് തെറ്റേണ്ട ഒരു കാര്യമില്ല, തെറ്റിയത് മോശമാണ്, കർത്താവ് ഒരുമാതിരി വൃത്തിയോട് കാണിച്ചതാണ് എന്ന് തോന്നിപ്പോകുന്ന നേരങ്ങളിൽ നമ്മൾ അങ്ങ് പറഞ്ഞേക്കണം. എന്ത് പറയണമെന്നറിയാമോ? എൻ്റെ കർത്താവിന് എന്നെക്കാട്ടിലും ബുദ്ധിയുണ്ട്. എൻ്റെ കർത്താവിന് എന്നെക്കാട്ടിലും ബുദ്ധിയുണ്ട്. ഇത് പറഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. എൻ്റെ കർത്താവിന് എന്നെക്കാട്ടിലും ബുദ്ധിയുണ്ട്. ഇനി എൻ്റെ പിള്ളേരോട്, ചിലർക്ക് നമ്മുടെ സങ്കടം മുഴുവൻ പിള്ളേരെ ഓർത്തായിരിക്കും, കെട്ടിയോനെയും കെട്ടിയോടെ ഓർത്തായിരിക്കും. എൻ്റെ പിള്ളേരോട് എനിക്കുള്ളതിനേക്കാൾ സ്നേഹം എൻ്റെ ദൈവത്തിനുണ്ട്. എൻ്റെ പിള്ളേരോട് എനിക്കുള്ളതിനേക്കാൾ സ്നേഹം എൻ്റെ ദൈവത്തിനുണ്ട്. പിന്നെ എന്തിനാ പേടിക്കുന്നേ? അപ്പോൾ പിന്നെ അവൻ ബെസ്റ്റ് അല്ലാതെ വലുതും തരുമോ നമുക്ക്? നമ്മുടെ പൊട്ടബുദ്ധി കൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് പലതും ബെസ്റ്റ് അല്ലെന്ന് തോന്നുന്നത്, പലതും കയ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കർത്താവ് എന്നേക്കാൾ ബുദ്ധിമാനാണെന്ന് ആദ്യം വിശ്വസിക്കണം. നമ്മൾ ചിലപ്പോൾ കർത്താവിനേക്കാൾ ബുദ്ധിമാന്മാർ കളിക്കാൻ പോകും. അപ്പോഴാണ് ഈ പാളിച്ചയും ടെൻഷൻ ഡിപ്രഷൻ വരുന്നത്. എൻ്റെ കർത്താവിന് എന്നെക്കാളും ബുദ്ധിയുണ്ട്. എൻ്റെ കർത്താവിന് എന്നോടും എൻ്റെ ചുറ്റുപാടുള്ളവരോടും എനിക്കുള്ളതിനെക്കാട്ടിലും സ്നേഹമുണ്ട്. പിന്നെ പ്രശ്നം തീർന്നു. പിന്നെ സുഖമായിട്ടങ്ങ് ജീവിക്കുക. ചില ഫിലോസഫി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇല്ലേ? വാട്ട് എവർ കംസ് ലെറ്റ് ഇറ്റ് കം. എന്ത് വരുന്നോ അത് വരട്ടെ. വാട്ട് എവർ സ്റ്റേസ് ലെറ്റ് ഇറ്റ് സ്റ്റേ. എന്ത് നിൽക്കുന്നോ അത് നിൽക്കട്ടെ. വാട്ട് എവർ ഗോസ് ലെറ്റ് ഇറ്റ് ഗോ. എന്ത് പോകുന്നോ അത് പോട്ടെ. പിന്നെ കഴിഞ്ഞില്ലേ? ഭാരമില്ലാതെ ജീവിക്കാൻ പറ്റും. ശരിക്കും ക്രിസ്ത്യാനി അങ്ങനെ ഭാരമില്ലാതെ ജീവിക്കാൻ അവകാശം കിട്ടിയവനാ. ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കാൻ അവകാശം കിട്ടിയവൻ ദൈവമില്ലാത്തവരെ പോലെ കടന്ന് പാടുപെടുകയും വെപ്രാളപ്പെടുകയും കിതയ്ക്കുകയും കൈകാൽട്ടിടിക്കുകയും ചെയ്യുമ്പോൾ തോറ്റുപോകുന്നത് ഈ രക്ഷ സമ്മാനിച്ചവനാ, ഈ കുരിശേറിയവനാണ്. കുറച്ചുകൂടെ സിമ്പിളാക്കാം നമുക്ക് ജീവിതത്തെ, കുറച്ചുകൂടെ സിമ്പിളാക്കാം. ഇതാണ്: നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്യുന്നു. നിങ്ങൾ ഭക്ഷിക്കുന്നു, തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. അടുത്തത് പറയുന്നതെന്നറിയോ? അപ്പം എന്നാ പരിഹാരം? അതും എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 8ാമത്തെ വാക്യം: നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ബാക്കി പറയുന്നത്: നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുവിൻ, ഞാനതിൽ സംപ്രീതനാകും. ഇപ്പം എൻ്റെ സംപ്രീതി നിങ്ങളില്ലാത്തതിൻ്റെ കാരണം എന്താ? ആലയം പൊളിച്ചിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു. ഇടവക ദേവാലയത്തോട് ബന്ധമില്ലാതെ നിങ്ങളൊക്കെ ഒറ്റത്തുരുത്തുകളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. കർത്താവ് പറയുന്നു, മലയിൽ ചെന്ന് തടി കൊണ്ടുവന്നിട്ട് നീ ആദ്യം പള്ളി പണിയേ. നമ്മുടെ നാട്ടിൽ സിമെന്റും കട്ട ഉപയോഗിച്ച് പള്ളി പണിയണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടവക ദേവാലയത്തെ പണിതുയർത്തി നിർത്ത്. ഇടവകയുള്ള ബന്ധത്തെ ഉയർത്തി നിർത്ത്. അതിൻ്റെ പിന്നാലെ ബാക്കിയുള്ളവ നൽകപ്പെടും. ജെറുസലേം സെന്റർ, കർത്താവിന് നൽകേണ്ട ഇടമാണ് ഈ സെന്റർ. അതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. എന്താണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? സെന്റർ. ഈ തോട്ടത്തിന്റെ നടുക്ക് ഒരു മരമുണ്ട്. നടുക്ക് ഒരു മരമുണ്ട്. എന്താണ് ഈ നടുക്ക് കർത്താവിൻ്റെ ഇടം. സെന്റർ ഓൾവേസ് ബിലോങ് ടു ഗോഡ്. നടുക്ക് കേന്ദ്രം ദൈവമായിരിക്കണം. ദൈവം കേന്ദ്രമായിരിക്കേണ്ട വ്യവസ്ഥിതിയിൽ ആ കേന്ദ്രത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി മനുഷ്യൻ കയറി നിന്നപ്പോൾ എന്തു പറ്റി? പാപം സംഭവിച്ചു. അതാണ് ഏദനിലെ പാപം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കേന്ദ്രം ഇടവക ദേവാലയം. ഇടവക ദേവാലയം എന്ന് പറയുമ്പോൾ എന്താണ്? കർത്താവ് തമ്പുരാൻ. ആ കേന്ദ്രത്തെ മറന്നിട്ട് നമ്മൾ കയറി കേന്ദ്രമാകുമ്പോഴാണ്
പാപം സംഭവിക്കുന്നത്, തകർച്ചകൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു വിലയില്ലാത്തത്. ശരിക്കും നമ്മുടെ നാട്ടിലെ കോണ്ടെക്സ്റ്റിൽ മുക്കിന് പള്ളിയാണ് അല്ലേ? പള്ളി പോകാൻ വേണ്ടി നമുക്ക് എന്താ ഇത്ര മാക്സിമം എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു അരമണിക്കൂർ നടക്കേണ്ടി വരുമായിരിക്കും. മാക്സിമം എഫേർട്ട് അരമണിക്കൂർ നടക്കേണ്ടി വരും. കാറയിലാണെങ്കിൽ ഈ കത്തീഡ്രൽ ഇടവകയെ പോലും ഒരു 15 മിനിറ്റിൽ കൂടുതൽ എടുക്കേണ്ടവരൊന്നും കാണത്തില്ല. അതിന് മാത്രമേ അതിന് അപ്പുറത്തെ അടുത്ത പള്ളി കാണും. അങ്ങോട്ട് പോയാൽ പുഴവാത് അടുത്ത പള്ളി കാണും. അങ്ങോട്ട് പോയാൽ പറാല് പോകണോ? അവിടെ വരെ പോകണോ? അതിന് മുമ്പ് പള്ളിയുണ്ടോ? പറാല്. അങ്ങോട്ട് പോയാൽ വാഴപ്പള്ളി, ഇങ്ങോട്ട് പോയാൽ പറയപ്പള്ളി. 15 മിനിറ്റ് കാർ ഓടിക്കേണ്ട ദൂരത്തിൽ ഒരു വീടും ഇല്ല അതിനപ്പുറത്തോട്ട്. അത്ര അടുത്ത്, അത്ര സമീപത്ത് നമുക്ക് പള്ളി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഗിഫ്റ്റ് ഫീൽ ചെയ്യാത്തത്. ഈ അമിത പരിചയം കൊണ്ട് പലതിൻ്റെയും വില പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കാരണം ഒരു പള്ളിയിൽ ഏറ്റവും വിശുദ്ധ കുർബാനയുടെ ഭക്തിയില്ലാത്തത് മിക്കവാറും ആൾത്താരപാലന്മാർക്കായിരിക്കും. കാരണം അവർ മോശക്കാരായതുകൊണ്ടല്ല. എന്താ പ്രശ്നം? അമിത പരിചയം. അവന്മാർ ഞങ്ങളിതൊക്കെ അടുത്തുനിന്ന് കാണുന്നില്ലേ, നമുക്കിതറിയാം. ഇതിൻ്റെ കുട്ടൻസൊക്കെ നമുക്കറിയാം. ഇത് എപ്പോഴും റവറൻസ് വരുന്നത് ഒരു അല്പം അകലത്തിൽ നിൽക്കുമ്പോഴാണ്, ആദരവ് വരുന്നത്. അതാണ് സംഭവം. നമുക്ക് ഒരുപാട് അടുത്ത് കിട്ടി പള്ളിയൊക്കെ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലോട്ട് കുട്ടനാട്ടിലോട്ട് ചെന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചാടിയാൽ ഒരു പള്ളി, ഇങ്ങോട്ട് ചാടിയാൽ അത്ര അടുത്തടുത്താണ് പള്ളി. കുട്ടനാട്ടിലൊക്കെ ഫുള്ള് പള്ളികളാണ്. അതുകൊണ്ട് നമുക്ക് ആ പെയിൻ ഫീൽ ചെയ്യത്തില്ല. നമ്മൾ തന്നെ ഓർത്താൽ മതി, നമ്മൾ തന്നെ പ്രവാസികളാകുമ്പോഴേക്കും നമ്മുടെയൊക്കെ ബന്ധുക്കൾ പറഞ്ഞോ, ജീവിതക്കാളി പറഞ്ഞോ, മക്കൾ പറഞ്ഞോ കേട്ടിട്ടില്ലേ? ഇവിടെ പള്ളി പോകാത്തവൻ ദുബായി ചെന്നാൽ അവൻ കഷ്ടപ്പെട്ട് ദീർഘദൂരം വണ്ടി ഓടിച്ച് വെള്ളിയാഴ്ച എങ്ങനെങ്കിലും പള്ളി പോകും. എന്താ കാര്യം എന്നറിയാമോ? നഷ്ടപ്പെടുമ്പോഴാണ് പലതിൻ്റെയും വില അറിയുന്നത്. നമുക്കിവിടെ കിട്ടുന്ന ഈ മെച്ചത്തെ, ഇടവക സംവിധാനം നമുക്കിവിടെ കിട്ടുന്ന വലിയ മെച്ചമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടവക സംവിധാനത്തോളം ഒരു പക്കാ സിസ്റ്റം, അതിൻ്റെ ആത്മീയ വശം മാത്രമല്ല, അതിൻ്റെ ഒരു സംഘടനാ തലം നോക്കിക്കേ. നമ്മൾ സഹകരിച്ച് നിന്നാൽ എന്തുമാത്രം ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നറിയാം ഇതിനകത്തുനിന്ന്. തീർച്ചയായിട്ടും മാനുഷികമായ ബലഹീനതകളും പരിമിതികളും ഒക്കെ എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട്. കാരണം എല്ലാ സംവിധാനങ്ങളുടെയും തലപ്പത്തും ഇടയ്ക്കും അടിയിലും ഒക്കെ മനുഷ്യരാണ്. അപ്പോൾ അതിൻ്റെ മാനുഷിക ബലഹീനതകൾ എല്ലാ സംവിധാനത്തിനും ഉള്ളപ്പോഴും എത്ര മനോഹരമായ സിസ്റ്റമാണ്. ഒരു കൊച്ചിങ്ങോട്ട് പിറന്നു വീണ് മാമോദീസ എന്ന വിശുദ്ധ കൂദാശ കൊടുത്ത് കൊച്ചിനെ സഭയിലേക്ക് കൈപിടിച്ച് സ്വീകരിച്ച് അവനെ തിരുപാല സഖ്യത്തിലോട്ട് കേട്ടുകയാണ്. അതെ, കൊച്ചുനാളിൽ ഈശോയെ പറഞ്ഞു കൊടുക്കുകയാണ് തിരുപാല സഖ്യം. പിന്നെയുള്ള 10-12 വർഷം സൺഡേ സ്കൂൾ മിഷനിൽ ഒരുമിച്ചാണ് അവനെ ഈശോയെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉടനെ ആ +2 കഴിയാൻ കയറിയിരിക്കണം. എങ്ങോട്ട് കയറ്റും? ഉടനെ യുവദീപ്തിയിലോട്ട് കയറ്റും. യുവദീപ്തിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ് പെണ്ണ് കെട്ടി പിള്ളേരായാലും പെണ്ണ് കെട്ടുമ്പോഴേ ഉടനെ എങ്ങോട്ട് മാറ്റുകയാണ്? പിതൃവേദി, മാതൃവേദി. ഇനി കുറച്ചൊരു 60-65 വയസ്സ് കഴിഞ്ഞു, പിതൃവേദി മാതൃവേദിയിലൊക്കെ പുതിയ തലമുറ വന്നു, സങ്കടപ്പെടേണ്ട, വയോജനവേദിയുണ്ട്, ഉടനെ അങ്ങോട്ട് കയറ്റുന്നു വയോജനവേദിയിലോട്ട്. അവസാനം അടക്കുന്നത് വരെ കൂടെ നടക്കുന്ന സംവിധാനമാണ് ഇടവക. അടക്കുന്നത് വരെ കൂടെ നടക്കുന്ന സംവിധാനമാണ്. നിങ്ങളെപ്പോഴും ഓർക്കണേ, ഇടവക ദേവാലയത്തിന് അരൂപിയില്ലെന്നും ഇടവക ദേവാലയത്തിന് വലിയ ദൈവാനുഭവം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പല കൂടാരങ്ങളിൽ ചെന്ന് കയറുന്നവർ ഓർക്കണം, അവസാനം കൊണ്ടുവെക്കാൻ പോകുന്നത് ആ കൂടാരങ്ങളിൽ കൊണ്ടല്ല വെക്കാൻ പോകുന്നത്, ഈ പള്ളിയകത്താണ് കൊണ്ടുവച്ച് യാത്ര പറയാൻ പോകുന്നത്. അങ്ങനെ യാത്ര പറയണമെങ്കിൽ ബന്ധമില്ലാത്തതിനോട് എങ്ങനെ യാത്ര പറയും? ബന്ധമില്ല. എൻ്റെ പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. എനിക്ക് വിശുദ്ധ കൂദാശകൾ നൽകിയ പുരോഹിതരെ, നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ബന്ധമില്ലാത്തതിനോട് എങ്ങനെ യാത്ര പറയും? ഇടവക ദേവാലയത്തോട് ബന്ധമുണ്ടാകണം. നഷ്ടപ്പെടുമ്പോഴേ വില അറിയുമെന്ന് ശാഠ്യം പിടിക്കരുത്. കാരണം ഉണ്ടല്ലോ, നഷ്ടപ്പെടുന്ന കാലം വിദൂരമല്ലെന്നാണ് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലും നോക്കിയിരുന്നു, ഒരുപക്ഷെ ഒരു മധ്യവയസ്കർ നമ്മുടെ ആയുസ് തീരുന്നതിന് മുമ്പ് അത്തരം കാഴ്ചകൾ നമ്മുടെ നാട്ടിലും കാണേണ്ടി വരും. ശ്രീലങ്കയിൽ പൊട്ടിയ ബോംബ് നമ്മുടെ നാട്ടിൽ പൊട്ടാൻ അധികം കാലതാമസമുണ്ടെന്ന് തോന്നുന്നില്ല. അന്നറിയും ഈ സംവിധാനങ്ങളുടെയൊക്കെ വില, അന്നറിയും നമ്മളിതിൻ്റെയൊക്കെ വില. അത്രത്തോളം പോകരുതേ. കാരണം ഇതേ ഇസ്രായേലിന് പറ്റിയ അതേ അപകടമാണ് നമുക്കും ഈ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് ജെറുസലേം ദേവാലയം സ്ഥാപിച്ച് കർത്താവിൻ്റെ ജനമാകാൻ കർത്താവ് ഒരുക്കിയത്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണെന്ന് പറഞ്ഞ് ഒരുക്കിയെടുത്ത സമൂഹം ദൈവത്തെ മറന്ന് ദേവാലയത്തെ മറന്ന് ജീവിച്ചപ്പോൾ എന്ത് പറ്റി? ഇവന്മാരെ വല്ലവന്മാരുടെയും കയ്യിൽ കൊണ്ടു കൊടുത്തു കർത്താവ്. അവിടെ കിടക്കടാന്ന് പറഞ്ഞ് അതല്ലേ സംഭവിച്ചത്? വല്ലവന്മാരുടെയും കൈ കൊണ്ടു കൊടുത്തു. അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാലം വിദൂരമല്ല. നമ്മൾ ലഭിച്ച നന്മയോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിച്ചില്ലെങ്കിൽ, എന്നിട്ട് രസം എന്നറിയാമോ? അവിടെ പോയി കിടന്നിട്ട് ബാബിലോണിൻ്റെ തീരത്തിരുന്ന് ഞങ്ങൾ ജെറുസലേമിനെ ഓർത്ത്
വിലപിച്ചു. വല്ല നാട്ടിലും പോയി അടിമയായി കിടക്കുമ്പോൾ, വല്ല നാട്ടിലും വല്ലവൻ്റെ കീഴിൽ പീഡനങ്ങളേറ്റ് കിടക്കുമ്പോൾ അവൻ സങ്കടപ്പെടുന്നത് അവൻ്റെ ഭാര്യയും പിള്ളാരെയും ഓർത്തല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തെ ഓർത്താണ്. 137 സങ്കീർത്തനം വായിക്കണം. അതായത് അവൻ്റെ സങ്കടം മുഴുവൻ അവൻ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം. എന്താണത്? ജെറുസലേം. ജെറുസലേം ജെറുസലേമാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടം. നമുക്കത് ഇടവക ദേവാലയം. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് അവൻ്റെ വിലാപം മുഴുവൻ. 137 സങ്കീർത്തനം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. സിയോൻ ജെറുസലേമാണ്. സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവൻ്റെ സങ്കടം അതാന്നേ. അവൻ വേറെ ഒന്നിനെക്കുറിച്ചും കരഞ്ഞെന്ന് പറയുന്നില്ല. അവൻ കരയുന്നത് പള്ളിയോർത്ത. നല്ല മനുഷ്യർ ഈ വിദേശത്തൊക്കെ പോയിട്ട് ഈ പള്ളിയോർത്ത് കരയുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ സങ്കടം മുഴുവൻ ഒരു കുർബാന കിട്ടിയിരുന്നെങ്കിൽ, ഒരു അച്ഛനെ ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ, ഒരു പള്ളിക്കകത്ത് കയറി അല്പനേരം പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. കിന്നരം ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ്. അതായത് 10-30 വർഷം കഴിയുമ്പോൾ വല്ലവൻ്റെ കീഴിൽ കിടക്കുമ്പോൾ ഈ വായിക്കുന്ന കീബോർഡ് മരത്തെ തൂക്കിയിട്ടിട്ട് ഞങ്ങളിരുന്ന് കരയുകയാണെന്ന് പറയുന്നതൊക്കെ തന്നെ. അന്ന് ദേവാലയത്തിൽ ദൈവസ്തുതിക്കാൻ ഉപയോഗിച്ചിരുന്ന കിന്നരം, ഈ വാദ്യോപകരണം, ഇനി ആർക്കു വേണ്ടി? ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഉപയോഗശൂന്യമായി പോയ കിന്നരത്തെ അലരി വൃക്ഷങ്ങളുടെ ചില്ലകളിൽ തൂക്കിയിട്ട് ഞങ്ങൾ സിയോനെ ഓർത്ത് ജെറുസലേമിനെ ഓർത്ത് കരയുന്നു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങൾ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? അടുത്ത വാക്യം, ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിനേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ജെറുസലേമിനെ കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അത് തന്നെയാണ് പിന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജെറുസലേമിനെ കുറിച്ച്, ദേവാലയത്തെക്കുറിച്ച്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമായ ദേവാലയത്തെക്കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് നാശം, എനിക്ക് ദുരിതം. ദേവാലയത്തെ ഓർത്ത് സന്തോഷിക്കുക. നിർഭാഗ്യവശാൽ നമുക്ക് ഈ ദേവാലയ സംവിധാനങ്ങൾ നമ്മളുടെ രാഷ്ട്രീയം കാണിക്കാനും നമ്മളുടെ കുടുംബപ്പോര് കാണിക്കാനും തങ്ങളുടെ പോരിമ കാണിക്കാനുമുള്ള സ്ഥലമായിട്ട് മാറുമ്പോൾ ഓർക്കണേ, അങ്ങനെ മാറ്റുന്നവർ, ആ കാരണം കൊണ്ട് പള്ളിയിൽ നകന്നുപോയ ഒരുപാട് പേരുടെ ആത്മാക്കൾക്ക് കണക്ക് പറയേണ്ടി വരും. കുറെ നിഷ്കളങ്കരായ മനുഷ്യർ പള്ളിയിൽ നഗലം പാലിക്കുന്നത് പള്ളിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. കുറേ പേര് പള്ളി കിടന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ട് മടുത്തിട്ട് അകലെ വിട്ട് പേടിച്ച് നിൽക്കുക. പള്ളി വരണമെന്ന് ആഗ്രഹമുണ്ട്, സംഘടനകളിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. അവിടെ വേറെ കുറേ പേര് വിഴുങ്ങി വെച്ചിരിക്കുന്ന അനുഭവമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഓർത്ത് വെച്ചേക്കണം, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ പള്ളിക്കകത്തേക്ക് വലിച്ചിഴച്ച് കയറ്റുന്നവർ, അത് പാരിഷ് കൗൺസിലിലോ സംഘടനകളിലേക്കോ സ്വാർത്ഥ താല്പര്യങ്ങളെ, വ്യക്തി നേട്ടങ്ങളെ, രാഷ്ട്രീയ ചായ്വുകളെ, കുടുംബ മഹിമയെ വലിച്ചു കയറ്റി വെക്കുന്നവർ ഓർത്തേക്കണേ, നിങ്ങൾ കാരണം പള്ളികളിൽ നകന്നു പോകുന്നവരുടെ ആത്മാക്കൾക്ക് ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അവർക്കൂടെ അവകാശപ്പെട്ട സ്ഥലമായിരുന്നു അത്. ഇതുകൊണ്ടാണ് കർത്താവ് പണ്ട് ചാട്ടയെടുത്തത്. അതിനെക്കുറിച്ച് പറയുന്നത് കോറിഡോർ ഓഫ് ജെന്റൈൽസ് എന്നാണ് പറയുന്നത്. കർത്താവ് ചാട്ടയെടുത്തത് ഈ വിജാതിയരുടെ ഒരു ഇടമുണ്ട് ഈ ജെറുസലേം ദേവാലയത്തിനകത്ത്. വിജാതിയർക്ക് നിൽക്കാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇവന്മാർ കൊണ്ട് കടയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി? വിജാതിയർക്ക് നിൽക്കാൻ സ്ഥലമില്ലാതായി. അപ്പൊ കർത്താവ് ചാട്ടയെടുത്ത് അടിച്ചോടിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥം എന്നറിയാമോ? കർത്താവ് സ്ഥലം ഒരുക്കി എന്ന് കൂടിയാണ് അർത്ഥം. അവർക്ക് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എന്താ അർത്ഥം? അവർക്ക് കൂടെ നിൽക്കാൻ അവകാശമുണ്ട്. സ്ഥലം ഒരുക്കി കൊടുക്കണ, നിങ്ങൾക്ക് കയ്യാളാനുള്ള സ്ഥലമല്ല ദേവാലയം എന്ന് പറഞ്ഞ കർത്താവ് ചാട്ടയെടുത്തത്. നമ്മൾ ഓർത്തേക്കണേ, നമ്മൾ കാരണം ആരും പള്ളിയിൽ നിന്ന് അകലരുത്. പള്ളിയിൽ വരാൻ നിൽക്കാൻ നമ്മൾ ഈ പള്ളിക്കകത്ത് കാണിക്കുന്ന അഭ്യാസം തന്നെയാണ് ഇടവക സംവിധാനത്തിൽ മുഴുവനുള്ളത്. സ്വന്തമായിട്ട് 2 സെന്റ് ഭൂമി വാങ്ങിച്ചാൽ പലരും പള്ളിക്കകത്ത് നിൽക്കാറുള്ളത്. ഒരു ഫാനിൻ്റെ ചുവട് വാങ്ങിച്ചെടുത്തിരിക്കുക, ആധാരം എഴുതി പിടിച്ചിരിക്കുകയാണ്. അവിടെ നനങ്ങില്ല. അവിടെ ആരെങ്കിലും വന്നാൽ ഈ പൂച്ചയുടെ അടുത്തോട്ട് പട്ടി വരുന്ന പോലെയാണ്. ഒരു മുരളിലും ഒരു ഞെരുക്കമൊക്കെയാണ്. അത് കേടുമ്പോഴേ അവർ ഇറങ്ങിപ്പോവും. പുറത്തെങ്ങാനും കുർബാന കൂടാം, മനസ്സമാധാനത്തോടെ കുർബാന കൂടാമെന്നുള്ളത്. സ്വന്തമായിട്ട് സ്ഥലം ആധാരം തിരെഴുതിക്കൊണ്ട് ഇരിക്കുകയാണ്. ഒതുങ്ങില്ല. ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ, ഒന്ന് മാറിക്കൊടുത്താൽ വേറെ ആൾക്ക് നിൽക്കാമല്ലോ, നിർത്തില്ല. ഇത് തന്നെയാണ് എല്ലാ സംഘടനകളിലും, ഇത് തന്നെയാണ് പള്ളി സംവിധാനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റണം ഇടവകയിൽ കഴിവതും. അവർ താല്പര്യം കാണിക്കുന്ന പക്ഷം
വലിച്ചിഴച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവിടെ എപ്പോഴും ഓർത്തേക്കണം, എൻ്റെ പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. വലിച്ചഴച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതും കൂടെ ഓർത്തേക്കണം. ഒരു പരിധി കൂടുതൽ ഈ പിള്ളേരെയൊക്കെ പള്ളി പറഞ്ഞ് വെറുപ്പിക്കരുത്. ഒരുമാതിരിപ്പെട്ട യുവജനങ്ങൾ പള്ളിയിൽ വരാത്തത് ഈ മാതാപിതാക്കൾ വെറുപ്പിച്ചിട്ട് അങ്ങനെ സംഭവമുണ്ട്. അതായത് അവരുടെ വെറുപ്പിൻ്റെ വിഷയമാക്കി പള്ളിയെ മാറ്റി കളഞ്ഞെന്നേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇടക്കാലത്ത്. യുവജനങ്ങളെ അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്ക്, അവർക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്ക്. യുവജനങ്ങളാണ്, യുവത്വമാണ്, ചോദ്യം ചോദിക്കുന്ന പ്രായമാണ്. അവർക്ക് പല സംശയങ്ങളുണ്ട് വിശ്വാസത്തെക്കുറിച്ച്, പള്ളിയെക്കുറിച്ച്. ഒന്നും മിണ്ടാൻ സമ്മതിക്കത്തില്ല. പള്ളി പൊക്കണം, അവനൊന്നും ആലോചിക്കട്ടെന്നേ അതുപോലും ഇല്ല. അവനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, നിൽക്കാൻ സമ്മതിക്കത്തില്ല, ഇരിക്കാൻ സമ്മതിക്കത്തില്ല. പീഡനമാണ്. അങ്ങനെ പീഡിപ്പിച്ച് വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഒരു പ്രായം എത്തുമ്പോൾ തൻ്റെ ഇടം ഉണ്ടാകുമ്പോൾ തിരിച്ചു പറയും, എനിക്ക് സൗകര്യമില്ല. ആര് ചമ്മി? ഈ പള്ളിയുടെ പേരും പറഞ്ഞ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ പീഡിപ്പിച്ചവർ ചമ്മിയില്ലേ? കുറച്ചുകൂടെ സമയം കൊടുക്കുക അവർക്ക്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക സ്നേഹപൂർവ്വം. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇതൊന്നുമില്ലാതെ അന്ധമായിട്ട് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അവരെ പള്ളിയെ കൂടെ വെറുത്ത് കളയും. അങ്ങനെ വെറുത്ത് മതിലിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് യുവജനങ്ങൾ ഇപ്പോഴുണ്ട്. എല്ലാ കാര്യത്തിനും അവരെ കുറ്റം പറഞ്ഞിട്ട്. അങ്ങനെയും വരരുത്. ഇതിനിടയ്ക്ക് വെർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത് പോലെയാണ്. രണ്ടിൻ്റെ ഇടയ്ക്കാണ് പുണ്യം നിൽക്കുന്നത് എന്നോർക്കണം. അപ്പോൾ എല്ലാവർക്കും പള്ളിക്കകത്ത് ഇടം കൊടുക്കണം. പള്ളി ഓർത്ത് സങ്കടപ്പെടുന്ന കാലം വിദൂരമാകില്ല. അതുകൊണ്ട് ഉള്ള കാലത്ത്, ആയുസ്സുള്ള കാലത്ത് ഇടവകയെക്കുറിച്ച് സന്തോഷിക്കണം, ഇടവകയെ സ്നേഹിക്കണം. ഇതേ സംഭവം തന്നെയാണ് നെഹമ്യയുടെ പുസ്തകത്തിലുണ്ട്. അർത്താർസക്സസ് രാജാവിൻ്റെ പാനപാത്രവാഹകനായ നെഹമ്യ, അതായത് ഇവരെ കൊണ്ടുപോയി. അർത്താർസക്സസ് എന്ന ഒരു വിജാതീയ രാജാവിൻ്റെ പാനപാത്രവാഹകനാണ് ആര്? നെഹമ്യ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവ കൊള്ളാവുന്നവനാണ്, യഹൂദനാണെങ്കിലും വിശ്വസ്തനാണ്. അതുകൊണ്ടാണല്ലോ പാനപാത്രവാഹകനായിട്ട് കൂടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ മുഖം മാടിയിരിക്കുകയാണ്. രാജാവ് നോക്കിയപ്പോൾ മ്ലാനവദനായിട്ട് നെഹമ്യ നിൽക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നെഹമ്യ നിൻ്റെ മുഖം മാടിയിരിക്കുന്നത്? അപ്പോൾ നെഹമ്യ പറഞ്ഞ മറുപടി, ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ചിരിക്കും? ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ചിരിക്കും രാജാവേ? അതായത് എൻ്റെ ഇടവക ദേവാലയത്തോടുള്ള എൻ്റെ ബന്ധം ശരിയായിട്ടിരിക്കാതെ വരുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എനിക്ക്? ഇടവക ദേവാലയത്തോട് ഈയിടെ ഒരു സർവേ ഞാൻ വായിച്ചു. സർവേയിൽ ഇങ്ങനെയാണ്, ഒരു 80 പേരെക്കുറിച്ചാണ് സ്റ്റഡി നടത്തിയത്. 80 പേരെ. അതിൻ്റെ പിന്നെ പെർസെൻറ്റേജാണ് റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. പള്ളി പോകാറുണ്ടോ? ഉണ്ട്. കുമ്പസാരിക്കാറുണ്ടോ? ഉണ്ട്. പള്ളിയിലെ പിരിവുകൾ കൊടുക്കാറുണ്ടോ? ഉണ്ട്. ഈ 3 ചോദ്യങ്ങൾക്കും 80% മേളിലാണ് യെസ്. പള്ളിയിൽ പോകാറുണ്ടോ? ഉണ്ട്. കുർബാന അർപ്പിക്കാറുണ്ടോ? ഉണ്ട്. കുമ്പസാരിക്കാറുണ്ടോ? ഉണ്ട്. പിരിവ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. 80% മേളിലാണ് ഉണ്ട്. 5ാമതൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഓൺ ഫീൽ എന്നുവെച്ചാൽ എൻ്റെ ഇടവക എന്നൊരു ചിന്തയുണ്ടോ? 50% താഴെയാണ് യെസ്. അതായത് ആ ഫീലാണ് ഇടവകയിൽ മിസ്സാകുന്നത്. എൻ്റെ ഇടവക, എൻ്റെ പള്ളി എന്ന ഫീൽ ഉണ്ടാകാത്തിടത്തോളം കാലം എത്ര കുർബാന അർപ്പിച്ചാലും എത്ര പിരിവ് കൊടുത്താലും നമുക്ക് ആ ബന്ധമായി വരത്തില്ല. എൻ്റെ എന്നുള്ള ഫീൽ വരണം. എൻ്റെ ആകുമ്പോൾ അതിൻ്റെ കുറവുകളെയും ഞാൻ അങ്ങ് അംഗീകരിക്കും. നമ്മൾ വളർത്തിയ കൊച്ചിൻ്റെ കുറവിന് നിങ്ങൾ കൊച്ചിനെ വീടിൻ്റെ കൂട്ടിയിട്ടാണ് ഉറങ്ങുന്നത്? അല്ല, നമ്മളെപ്പോൾ ചിന്തിക്കും, എന്താ ചിന്തിക്കുന്നത്? എൻ്റെ അല്ലേ കുറവുണ്ട്, എൻ്റെ അല്ലേ? എൻ്റെ ഇടവക സംവിധാനത്തെക്കുറിച്ചും അങ്ങനെ ഓൺ ഫീലിംഗ് എന്ന് പറയും, എൻ്റെയാണ്. അങ്ങനെ വരുമ്പോൾ ചില ഇത്തിരി പോകുന്ന കുറവുകളൊക്കെ നമ്മൾ ഓർക്കും, പോട്ടെ സാരമില്ല, എൻ്റെ അല്ലേ, എൻ്റെ പള്ളിയല്ലേ എന്ന വിചാരത്തോടെ ഇടവകയോട് ബന്ധപ്പെട്ട് നിൽക്കും. പള്ളി പോകേണ്ടതും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ടതും പള്ളിയുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണെന്ന് ഓർത്തേക്കണേ. ചിലരുടെ വിചാരം നിങ്ങൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാലാണ് അച്ഛന്മാർക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടുന്നത്. അല്ല. പള്ളിക്ക് ബോണസ് പോയിന്റ് കിട്ടുന്നത് അല്ല. നിങ്ങൾ വീട്ടിൽ ബലം പിടിച്ചിരിക്കുമ്പോൾ ഞങ്ങളങ്ങ് വാടിപ്പോവാണ്. ഇല്ല. അങ്ങനൊന്നും ചിന്തിച്ച് നിങ്ങൾ മണ്ടന്മാരായിട്ട് മാറരുത്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. എന്നോട് ഒരു തവണ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പള്ളിയിൽ പോകാൻ എൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറൊരു പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പം ഞാൻ ആളോട് പറഞ്ഞത് ഈ വാക്കാണ് പറഞ്ഞത്, ഇടവക ദേവാലയം എൻ്റെ അവകാശമാണ്. ഇടവക ദേവാലയം എൻ്റെ അവകാശമാണ്. അത് ഒന്നിനെ പ്രതിയും ആ ഇടവക ദേവാലയത്തിലെ കുർബാന അർപ്പണത്തെ മുടക്കേണ്ട കാര്യമില്ല. അങ്ങനെ മുടക്കുമ്പോൾ ആരാ തോറ്റുപോകുന്നത്? നമ്മൾ തോറ്റുപോകുന്നത്. അങ്ങനെ തോറ്റുപോകേണ്ട കാര്യം എന്താ? എൻ്റെ ഇടവക ദേവാലയം എൻ്റെ അവകാശമാണ്, അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന വിചാരത്തോടെ ഇടവകയോട് ബന്ധപ്പെട്ട് ജീവിക്കണം. ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 3 സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം എന്നവിടെ കിടപ്പുണ്ട്. ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 2 ദിനവൃത്താന്തം 7:13.
അതിങ്ങനെയാണ്: ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ. അടുത്തത്: ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളികളെ നിയോഗിക്കുകയോ, എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ. ബാക്കി ആലയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തത്, ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ. 2, ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളികളെ നിയോഗിക്കുകയോ. 3, ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ പള്ളിയിലോട്ട് പോരണമെന്ന്. അപ്പം നമ്മൾ ഉടനെ വിചാരിക്കും, ഇല്ല, ഇവിടെ ആ പ്രശ്നമില്ല, ഇന്നും കൂടെ മഴയായിരുന്നു. അതുകൊണ്ട് മഴ തരാതെ ആകാശം അടയ്ക്കുന്ന പ്രശ്നം നമുക്ക് ഉണ്ട്. എന്താ ഈ മഴ തരാതെ ആകാശം അടയ്ക്കുന്ന അർത്ഥം എന്താ? ഇത് 3നും അർത്ഥമുണ്ട്. മഴ തരാതെ ആകാശം അടയ്ക്കുക എന്ന് വെച്ചാൽ മഴ നമ്മൾക്ക് സ്വാഭാവികമായി കിട്ടുന്ന അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് പോലും അല്ല. നമ്മളിപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന റെഗുലറായിട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് നിലയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ അത്ര അനുഭവമുണ്ട്. അതായത് ഇത് നിലച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, എന്താ ഇത് അനുഗ്രഹമായിരുന്നല്ലോ. ഭാര്യ ഭർത്തൃ ബന്ധം കുഴപ്പമില്ലാതെ പോവുമായിരുന്നു, 10-20 വർഷം ജീവിച്ചു. 20ാമത്തെ വർഷമാണ് മഴ തരാതെ ആകാശം അടച്ചത്. എന്നുവെച്ചാൽ അതിൻ്റെ ആ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുന്നു. സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ദൈവമേ, കഴിഞ്ഞ 20 വർഷം ഇത് അനുഗ്രഹമായിരുന്നല്ലോ. കഴിഞ്ഞ 20 വർഷം എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അനുഗ്രഹമായിരുന്നല്ലോ. എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് അനുഗ്രഹമായിരുന്നല്ലോ. സ്വാഭാവികം എന്നതുപോലെ നമ്മൾ സ്വീകരിച്ച കാര്യങ്ങൾ നിലയ്ക്കും. അത്ര അനുഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. നമ്മുടെ മക്കള് ചെറുപ്പം തൊട്ട് നമ്മളെ അനുസരിക്കുന്നവരായിരുന്നു. മക്കൾ നമ്മളെ അനുസരിക്കുന്നവർ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിന്? ഇല്ല. കാരണം നമ്മൾ വിചാരിച്ച എന്താ, മഴ പെയ്യുന്ന പോലെയാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, നന്ദി പറയേണ്ട കാര്യമില്ല. അത് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. ഒരു ഘട്ടം എത്തുമ്പോൾ പിള്ളേർ മറുതലിക്കുകയാണ്. എന്താ പറ്റിയത്? മഴ തരാതെ ആകാശം അടച്ചു. റെഗുലറായിട്ട് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ചിലതൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ. 2, ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളികളെ അയക്കുമ്പോൾ. എന്താ അർത്ഥം? കൃഷി ഈസ് ഈക്വൽ ടു എന്ത്? അവിടെ വെച്ച് ആദിയിൽ കർത്താവ് പറഞ്ഞു, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കണം. അതായത് കൃഷി എന്താണ്? വരുമാന മാർഗമാണ്. കൃഷി ജീവനോപാധിയാണ്, വരുമാന മാർഗമാണ്. അപ്പോൾ പറയാണ്, ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളികളെ അയക്കുകയോ എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ വരുമാന മാർഗങ്ങളെ ഞാൻ അടയ്ക്കുമ്പോൾ, വരുമാന മാർഗങ്ങൾ അടയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കടക്കണിയിലേക്ക് വീഴുന്നു, തൊഴിലില്ലാതാകുന്നു, കച്ചവടം മോശമായി പോകുന്നു, വരുമാനം അടയുന്നു. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ. 3, മഹാമാരികൾ ഉണ്ടാകുമ്പം, അപ്രതീക്ഷിതമായ ചില രോഗങ്ങൾ വന്ന് കുടുംബം ഉലഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഇത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തേക്കണം? പള്ളി കയറി പ്രാർത്ഥിച്ചേക്കണമെന്ന്. പള്ളി കയറി ഇരുന്ന് പ്രാർത്ഥിച്ചേക്കണം. ഇതില്ലാത്ത ആരല്ലേ? ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഇല്ലാത്ത ആരും ഇല്ലായിരിക്കും. മഴ തരാതെ ആകാശം അടയ്ക്കപ്പെടുന്ന അനുഭവം കിട്ടാത്തവർ കുറവായിരിക്കും. വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോകുന്ന അനുഭവം, രോഗപീഠകൾ ഉണ്ടാകുന്നവർ പള്ളി കയറി പ്രാർത്ഥിക്കണം. ഇനിയാണ് അടുത്തൊരു ഇതിനോട് ചേർത്ത് പറയേണ്ടത്. പള്ളി കയറി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഉത്തരം കിട്ടുമോ? അപ്പോൾ പിന്നെ അപ്പം നമ്മളതിനെങ്ങനെ വ്യാഖ്യാനിക്കും? പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഉത്തരം കിട്ടിയില്ലെങ്കിലോ? യെസ്, അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ പണ്ട് തൊട്ടേയുള്ള ക്ലാസിക്കൽ ഉപമയാണ്. ഈ തീയിലേക്ക് കൊണ്ടൊരു ഇരുമ്പ് കഷ്ണം വെക്കുമ്പോൾ എന്ത് പറ്റുന്നു? ആ തീയുടെ ഗുണങ്ങൾ, അതിൻ്റെ നിറം, അതിൻ്റെ ചൂട് എന്തിന് കിട്ടുന്നു? ഇരുമ്പിന് കിട്ടുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന മെച്ചം, നമ്മൾ ദൈവത്തോട് താതാത്മ്യപ്പെടും. കർത്താവിൻ്റെ നിറവ്, ആ തേജസ് നമ്മളിൽ വെളിപ്പെടും. ഉത്തരം കിട്ടുന്നു എന്നുള്ളത് സെക്കൻഡറി ആണ്. പള്ളി കയറി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു എന്നത് സെക്കൻഡറിയാണ്. പക്ഷെ മാർക്കറ്റിംഗ് നടക്കുന്ന എന്തിലാണ്? പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവം എന്നിൽ നിറയും. അതൊന്ന് പഠിച്ചേ. മറ്റേത് പ്രൈമറി ആകുമ്പോഴാണ് കുഴപ്പം. എന്ത്? പ്രാർത്ഥിക്കുമ്പോൾ പ്രൈമറി റിസൾട്ട്, കർത്താവ് ഉത്തരം തരുന്നു എന്നതാകുമ്പോഴാണ്
ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നത്. നമ്മുടെ പ്രൈമറി ഉദ്ദേശം അതല്ലായിരുന്നു. പിന്നെന്തായിരുന്നു? ഈ ഈശോയെ കൂടുതൽ അനുഭവിക്കുക എന്നുള്ളതായിരുന്നു. അത് നടക്കും, അതുറപ്പാണ്. പള്ളിക്കകത്ത് കയറി കുറേ നേരം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ആ ഉത്തരം കിട്ടും. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കർത്താവിൽ നിറയുന്ന, അല്ലെങ്കിൽ ഈ ഉത്തരം കിട്ടിയില്ലെങ്കിലും വാടിപ്പോകാതിരിക്കാനുള്ള ബലം കിട്ടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉത്തരം കിട്ടിയില്ലെങ്കിലും വാടിപ്പോകാതിരിക്കാനുള്ള ബലം കിട്ടും. കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തോറ്റുപോകാതിരിക്കാനുള്ള ശക്തി കിട്ടും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കണം. അടുത്ത വാക്യമുണ്ട്, 2 ദിനവൃത്താന്തം 7:13. ദേവാലയങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ക്ലാസിക്കൽ സെൻറ്റൻസ് ഇതാണ്. ബൈബിളിലുള്ളതിൽ പള്ളിയെക്കുറിച്ച് പറയാവുന്ന, ഒരുപക്ഷെ എല്ലാ പള്ളികളുടെയും മുറ്റത്ത് എഴുതി വെക്കേണ്ട, പള്ളികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഉടനെ വായിച്ചു ധ്യാനിക്കേണ്ട ഏറ്റവും സുന്ദരമായ വാക്യം 2 ദിനവൃത്താന്തം 7:15. 2 ദിനവൃത്താന്തം 7:15. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുമ്പം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ തന്നെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും, നമ്മളെ തന്നെ ബലപ്പെടുത്തും. 2 ദിനവൃത്താന്തം 7:15 കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളുടെ നേർക്ക് എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. 2 ദിനവൃത്താന്തം 7:15 ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളുടെ നേർക്ക് എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. ആ ഉറപ്പ് പോരെ. കർത്താവ് കേട്ടു, കർത്താവ് എൻ്റെ കണ്ണീര് കണ്ടു. ഉത്തരം കിട്ടുമോ ഇല്ലയോ പോട്ടെ, ഐ ഡോണ്ട് കെയർ. എൻ്റെ കർത്താവ് എന്നെ കണ്ടു, എൻ്റെ കർത്താവ് എന്നെ കേട്ടു. അതാണ് എൻ്റെ ഉറപ്പ്. അത് മതി എനിക്ക്. എൻ്റെ കർത്താവ് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മോശകരമായത് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ അനുവദിക്കില്ല. എൻ്റെ കണ്ണീര് എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മോശകരമായത് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ എൻ്റെ കർത്താവൻ അനുവദിക്കില്ല. മതി. അപ്പോൾ പള്ളി കയറുമ്പോഴെല്ലാം നിങ്ങൾ ഇനിയാണെങ്കിലും ഡെയിലി ശീലിച്ചോ, ഈ വാക്യം കാണാപ്പാഠം പഠിച്ചോ. ഓരോ തവണയും ദേവാലയത്തിൻ്റെ മുറ്റം കടന്ന് പടികൾ കയറി ദേവാലയത്തിലേക്ക് കയറുമ്പോഴേ പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ. ദിനവൃത്താന്തം 2:7-15 ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളുടെ നേർക്ക് എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. ആ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം.